ഹലോ, ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റവക്കഞ്ഞിയുടെ റെസിപ്പി നോക്കിയാലോ. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. എങ്ങനെയെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് അര കപ്പ് മാത്രം റവ എടുത്താൽ മതിയാകും. ഇതൊരു പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് റവ വെന്ത് കുറുകി വരണം. അതിലേക്ക് 1 കരണ്ടി ഉപ്പിടാം. ആ ടൈമിൽ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഇവിടെ ചുക്ക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചുക്ക്, 1 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 4 കുഞ്ഞുള്ളി എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. ആ അരപ്പിനെ ഈ വെന്ത റവക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് കൂടെ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് കുറുകി വെന്ത് വരണം. അതാണ് ഇതിൻ്റെ പാകം. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. താളിക്കാനായി ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നിറം മാറി വരുമ്പോഴത്തേക്കും 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് ഇറക്കാവുന്നതാണ്. ഇതിനെ ഈ വേവിച്ച് വെച്ച കഞ്ഞിയിലേക്ക് ചേർക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റവക്കഞ്ഞി ഇവിടെ റെഡിയായിട്ടുണ്ട്. നോമ്പിൽ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പവുമാണ്, ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതിയാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.